ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഫംഗ്ഷൻ എന്നതിനെ പറ്റിയായിരുന്നു ചർച്ച ചെയ്തത്. അപ്പോ ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ടോപ്പിക് നമ്മൾ ഡിഫറൻസിയേഷനിലേക്കാണ് കടക്കുന്നതെന്ന്. അപ്പോ കഴിഞ്ഞ വീഡിയോയുടെ ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞിരുന്നു +1 ഫിസിക്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിഫറൻസിയേഷന്റെ ഇന്റഗ്രേഷന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണമെന്ന്. ആ ബേസിക്സ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫംഗ്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ ഈ വീഡിയോ, അതായത് നമ്മുടെ ഡിഫറൻസിയേഷൻ എന്ന ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫംഗ്ഷനിലെ വീഡിയോയിൽ പറഞ്ഞു കൂട്ടാൻ നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല പറയാൻ പോകുന്നത്. നമുക്ക് ഫിസിക്സിൽ ഡിഫറൻസിയേഷൻ എന്നൊരു കോൺസെപ്റ്റ് എന്തുമാത്രം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഡിഫറൻസിയേഷൻ എവിടെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് മാത്രമായിരിക്കും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസിയേഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന പാഠത്തിൽ പഠിച്ച സ്ലോപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ ഒരു y വേഴ്സസ് x ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫിൽ ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ x ആക്സിസിൽ തീറ്റ ആംഗിൾ ഫോം ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന്റെ ടാൻജന്റ് ആയിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ സ്ലോപ്പ് ഇതൊരു ലൈൻ ആണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ ആയിരിക്കും. നമുക്കറിയാം സ്ലോപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്. ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് ദ ടാൻജന്റ് ഓഫ് ദ ആംഗിൾ which makes with the positive direction of x axis. x ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻജന്റിനെയാണ് ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്കിൽ നമുക്ക് സ്ലോപ്പിന്റെ മറ്റൊരു ഫോർമുലയും കൂടി അറിയാം. ഇപ്പൊ ഈ ലൈനിലെ രണ്ട് പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുക. എ, അതിന്റെ കോർഡിനേറ്റ് x1 y1 ആണെന്ന് കരുതുക. മറ്റൊരു കോർഡിനേറ്റ് ബി, അതിന്റെ കോർഡിനേറ്റ്സ് x2 y2 ആണെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല നമുക്കറിയാം. ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഫോർമുല എങ്ങനെയാ വരുന്നതെന്നും കൂടി ഞാനൊന്ന് പറയാം. x ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. y ആക്സിസിന് പാരലൽ ആയിട്ട് ഇവിടെ മറ്റൊരു ലൈനും വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ y കോർഡിനേറ്റ് y1 ഉം അതുകൊണ്ട് തന്നെ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഈ ലൈനിന്റെ x കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഈ കോർഡിനേറ്റ് x2. അപ്പൊ നമുക്ക് ഈ പോയിന്റ്, അതായത് ഈ ലൈൻ, ഈ പോയിന്റിനെ c എന്ന പേര് കൊടുക്കുകയാണ്. ഈ ഇന്റർസെക്ഷൻ പോയിന്റിനെ c എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് BC യുടെ ലെങ്ത് ഇവിടെ നിന്ന് എഴുതാൻ സാധിക്കും y2 മൈനസ് y1. അതേപോലെ തന്നെ AC യുടെ ലെങ്ത് നമുക്ക് എഴുതാൻ സാധിക്കും x2 മൈനസ് x1. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് x2 എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ആണ് x1 എന്ന് പറയുന്നത്. അപ്പൊ ഇടയ്ക്കുള്ള ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് x2 മൈനസ് x1, ഇവിടെ y2 മൈനസ് y1. നമുക്കറിയാം ഈ ലൈനിന് പാരലൽ ആയിട്ടാണ് ഞാൻ ഈ ലൈൻ വരച്ചത്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും തീറ്റ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും തീറ്റ. ഈ ട്രയാങ്കിളിനെ ഞാൻ എടുത്ത് ഇങ്ങോട്ടൊന്ന് വരച്ചതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ടാൻ തീറ്റ എഴുതാമല്ലോ. ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണല്ലോ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് എത്രയാണ്? y2 മൈനസ് y1. അതേപോലെ തന്നെ അഡ്ജസന്റ് സൈഡിന്റെ ലെങ്തോ x2 മൈനസ് x1. അപ്പൊ നമുക്ക് ടാൻ തീറ്റ എന്തെന്ന് കിട്ടി? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പൊ ഇവിടെ നമുക്ക് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് ലഭിച്ചു. ഇത് നമ്മളെ കേരള സിലബസുകാർ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഫോർമുലയാണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ കണ്ടുപിടിക്കാനായിട്ട് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ y2 മൈനസ് y1നെ ഞാൻ ഡെൽറ്റ y എന്ന് വിളിക്കുകയാണ്. y2 മൈനസ് y1നെ ഡെൽറ്റ y എന്ന് വിളിക്കുകയാണ്. ഡെൽറ്റ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ ചേഞ്ച് ഇൻ y ക്ക് ഉണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസം. അതായത് ഇവിടെ നിന്ന് y1ൽ നിന്ന് y2ലേക്ക് മാറിയിരിക്കുന്നു. y2 ഉം y1ഉം തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ y2 മൈനസ് y1 5 ആണെന്ന് കരുതുക. ആ 5നെയാണ് ഞാൻ ഇവിടെ ഡെൽറ്റ y കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേകൂട്ട് തന്നെ x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ x. എക്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഡെൽറ്റ x കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് x2 മൈനസ് x1 എന്നാണ്.
ഡെൽറ്റ വൈ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് y2 മൈനസ് y1 ആണ്. അത്ര നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ y2 മൈനസ് y1 എഴുതുന്നതിന് പകരം അതിനെ ഡെൽറ്റ വൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതായത് ഡെൽറ്റ വൈയുടെ അർത്ഥം y2 മൈനസ് y1 എന്ന, ഡെൽറ്റ എക്സ് എന്ന് എഴുതുന്നതിന്റെ അർത്ഥം x2 മൈനസ് x1 എന്ന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഒന്നുകൂടെ എഴുതാമല്ലോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ടാൻ തീറ്റ സ്ലോപ്പിന്റെ ഫോർമുല നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഇനി നമുക്ക് മറ്റൊരു കർവ് പരിശോധിക്കാം. ഇനി നമ്മൾ മറ്റൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ ഒരു കർവ്ഡ് ലൈൻ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഒരു കർവ്ഡ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയത്ത് ഒരു കർവ്ഡ് ലൈനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് പോയിന്റിലാണോ, ഇപ്പൊ ഈ പോയിന്റിലാണ് കർവ്ഡ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിൽ വെച്ച് നമുക്ക് ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കും. ആ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ടാൻജന്റ് ആയിരിക്കും ഈ ലൈനിന്റെ ഈ പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ കർവിന്റെ ഈ പോയിന്റിലെ സ്ലോപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ആംഗിൾ തീറ്റ 1 ആണെന്ന് കരുതുക. അതേസമയം ഇവിടെ നോക്കുകയാണെങ്കിൽ മറ്റൊരു ആംഗിൾ ഇച്ചിരി കൂടെ വലുതായിരിക്കും, പിന്നെ തീറ്റ 2 എന്ന് കാണുക. ഇവിടെ നോക്കുകയാണെങ്കിൽ മറ്റൊരു ആംഗിൾ ആയിരിക്കും അതിനേക്കാളും വലുത്, തീറ്റ 3 എന്ന് കണക്കാക്കുക. അപ്പൊ ഈ കർവ്ഡ് ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പോയിന്റിലും നമുക്ക് ഓരോ സ്ലോപ്പ്, അതായത് ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ സ്ലോപ്പാ, അതായത് ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് നമുക്ക് ഈ കർവ്ഡ് ലൈനിനെ കിട്ടുന്നില്ല. അപ്പൊ ഇതിന് നമുക്കൊരു പരിഹാരമുണ്ട്. അതെങ്ങനെയാണെന്ന് കണ്ടുകൊള്ളുക. ഇവിടെ നോക്കുക, ഞാൻ ഒരു എക്സ് വേഴ്സസ് വൈ വേഴ്സസ് എക്സ് ഗ്രാഫ് വരച്ചു. അവിടെ ഒരു കർവ്ഡ് ലൈനും വരയ്ക്കുന്നു. ഞാൻ നേരത്തെ കൂട്ട് നമ്മൾ അവിടെ ചെയ്തു കൂട്ടി രണ്ട് പോയിന്റ് കണക്കാക്കുക. എ x1 y1, ബി x2 y2. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ ചെയ്തു കൂട്ടി ഇവിടെ ട്രയാങ്കിൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് ഹൈപ്പോട്ടനസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അത് പരിഹരിക്കാനായിട്ട് ഞാൻ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ബിയുടെ വളരെ അടുത്ത് കൊണ്ടുപോകുന്നു, അല്ലെ ബി എന്ന് പറയുന്ന പോയിന്റ് എയുടെ വളരെ അടുത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ സംഭവിക്കുന്നത് എന്താ നിങ്ങൾ നോക്കിയേ. ഇപ്പൊ ഇതാണ് ആ കർവ്ഡ് ലൈൻ എന്ന് കരുതുക. എയും ബിയും വളരെ അടുത്തുള്ള രണ്ട് പോയിന്റ് ആണെന്ന് കരുതുക. അങ്ങനെ അടുത്തുള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടെ വരുന്ന ഈ കർവ് ഈ അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എയും ബിയും അത്ര അടുത്താണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ x1ഉം y1ഉം ഞാൻ കൺസിഡർ ചെയ്യുക, എ x1ഉം y1ഉം ബി x2 y2ഉം കൺസിഡർ ചെയ്യുന്ന അവസരത്തിൽ x2 എന്ന് പറയുന്നതും x1 എന്ന് പറയുന്നതും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് തൊട്ട് അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ എ x1 y1 ഇവിടുത്തേന് വരാം നമ്മൾ തൊട്ട് അടുത്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു, എ x1 y1. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ ഉപയോഗിച്ച ഫോർമുല തന്നെ ഉപയോഗിക്കാം. tan theta is equal to y2 minus y1 divided by x2 minus x1. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് x2 x1ഉം വളരെ അടുത്തുള്ള രണ്ട് ക്വാണ്ടിറ്റി, അതായത് x2 നിയർലി ഈക്വൽ ടു x1, അതേപോലെ തന്നെ y2 നിയർലി ഈക്വൽ ടു y1. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? y2 minus y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആവും. y2 minus y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആവും. കാരണം ഈ രണ്ട് ക്വാണ്ടിറ്റിയും ഏകദേശം തുല്യമായതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുമ്പോൾ 0യോട് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതേകൂട്ട് തന്നെയാണ് x2 minus x1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആകും. അപ്പം y2 minus y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആകും, x2 minus x1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആകും. അപ്പൊ നമ്മൾ നേരത്തെ y2 minus y1 ഡിവൈഡഡ് ബൈ x2 minus x1 നെ ഡെൽറ്റ y ബൈ ഡെൽറ്റ x എന്നാണ് എഴുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ അതൊരു വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വലിയൊരു സംഖ്യ ആയിരിക്കും ഈ വ്യത്യാസം തരുന്നത്. അതേ സമയത്ത് ഇവിടെ നമുക്ക് 0യോട് അടുത്തുള്ള ഒരു വിലയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ y2 minus y1 നെ dy കൊണ്ടും x2 minus x1 നെ dx കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് അവിടെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു, അതേ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ അതൊരു ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് മാറി, dy ബൈ dx എന്നായിട്ട് മാറി. കാരണം x2 minus x1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0, y2 minus y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ്
tends to 0, delta y by delta x. നമ്മൾ ഈ സിമ്പിളിനെ ഡെൽറ്റ എന്നാണ് വിളിക്കുന്നത്. ഈ ട്രയാംഗിൾ, ഈ ചെറിയ ട്രയാംഗിൾ കൂട്ട് എഴുതിയ ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ്. അതിനെ ഡെൽറ്റ വൈ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. കാരണം ഇവിടുത്തെ സ്ലോപ്പ് ഓരോ പോയിന്റിലും വേരിയബിൾ ആണ്. അപ്പൊ ഓരോ പോയിന്റിലും നമ്മൾ സ്ലോപ്പ് എടുക്കുമ്പോൾ ഓരോ സ്ലോപ്പ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വളരെ അടുത്തുള്ള രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൂട്ട് കിട്ടും. അല്ലെങ്കിൽ അവിടെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു ടാൻജന്റ് ലൈൻ കിട്ടുന്ന അത്ര അടുത്താണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ അത്ര അടുത്ത് കൺസിഡർ ചെയ്യുന്ന രണ്ട് പോയിന്റ് ആകുമ്പോൾ അവയുടെ വ്യത്യാസം 0യോട് അടുത്തായിരിക്കും, എക്സ് കോർഡിനേറ്റിന്റെ വൈ കോർഡിനേറ്റിന്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് പകരം ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതുന്നു. അപ്പൊ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി. നമ്മളൊരു കർവ്ഡ് ലൈൻ വരയ്ക്കുമ്പോൾ കർവ്ഡ് ലൈനിലെ ഓരോ പോയിന്റിന്റെ സ്ലോപ്പ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ നിയറസ്റ്റ് വളരെ അടുത്തുള്ള രണ്ട് പോയിന്റ് ആയിരിക്കും. അപ്പൊ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് പോയിന്റിലൂടെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ടാൻജന്റ് ലൈൻ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് tan θ is equal to y2 minus y1 divided by x2 minus x1 എന്ന് എഴുതാം. വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ ആയതുകൊണ്ട് തന്നെ y2 minus y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആകും, x2 minus x1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആകും. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ കാര്യത്തിൽ y2 minus y1 നെ ഡെൽറ്റ y എന്നും x2 minus x1 നെ ഡെൽറ്റ x എന്നുമാണ് എഴുതിയത്. അപ്പൊ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആയിരുന്നു. ഇവിടെ y2 മൈനസ് y1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയതുകൊണ്ടും x2 മൈനസ് x1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയതുകൊണ്ടും തന്നെ നമ്മൾ ടാൻ തീറ്റയെ dy ബൈ dx എന്ന് എഴുതി. അതാണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ dy ബൈ dx is the slope of y versus x ഗ്രാഫ്. അപ്പോ dy ബൈ dx എന്ന് പറയുന്നത് നമ്മൾ y versus x ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിലെ ഒരു കർവിന്റെ സ്ലോപ്പ് ആണ് dy ബൈ dx എന്ന് പറയുന്നത്. ഈ dy ബൈ dx നെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. എക്സിനനുസരിച്ച് y ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ dy ബൈ dx എന്ന് പറയുന്നത്. ഇതിന് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നും പറയാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അതായത് dy ബൈ dx എന്ന് നമ്മൾ എവിടെ പറഞ്ഞാലും അതിന്റെ അർത്ഥം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്നാണ്. അതേ സമയത്ത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന്റെ അർത്ഥം. അതേസമയം dy ബൈ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. അപ്പോ അവിടെ വെച്ച് നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമ്മൾ ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം. നിങ്ങളെ മൂന്നാമത്തെ പാഠം, ഫിസിക്സിലെ മൂന്നാമത്തെ പാഠം പഠിക്കുന്ന സമയത്ത് ഇപ്പൊ വെലോസിറ്റിയെ നമ്മൾ പറയും ds ബൈ dt. ഇവിടെ s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, t എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പൊ നമുക്കറിയാം ds ബൈ dt അല്ലെ dy ബൈ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് s വിത്ത് റെസ്പെക്ട് ടു t. ഇവിടെ s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ്. t എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പൊ വെലോസിറ്റിയോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ലോപ്പ് അല്ലെ ഡിഫറൻസിയേഷൻ എന്ന ഈ കോൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ വെലോസിറ്റിയുടെ ഗ്രാഫിനെ, മൂന്നാമത്തെ പാഠത്തിൽ വെലോസിറ്റിയുടെ ഗ്രാഫിനെ ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ വളരെ വേഗം ഇന്റർപ്രറ്റ് ചെയ്ത് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഫുൾ കാര്യങ്ങളും നമുക്കൊരു റീക്യാപ്പിലൂടെ പെട്ടെന്നൊന്ന് പറയാം. ആദ്യം നമ്മൾ സ്ലോപ്പ് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരുന്നു അവിടെ ഉപയോഗിച്ചത്.
ഒരു y വേഴ്സസ് x ഗ്രാഫ് ആയിരുന്നു ഉപയോഗിച്ച് അവിടെ നമ്മൾ സ്ലോപ്പ് ഒരു ട്രയാങ്കിൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് എഴുതി. അതിനെ നമ്മൾ പറഞ്ഞു y2 മൈനസ് y1 നെ ഡെൽറ്റ y എന്നും x2 മൈനസ് x1 നെ ഡെൽറ്റ x എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഏതൊരു പോയിന്റിലെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വരച്ച ഗ്രാഫ് ആയിരുന്നു ഒരു കർവ്ഡ് ലൈൻ. ആ കർവ്ഡ് ലൈനിലെ ഓരോ പോയിന്റിലും ഓരോ സ്ലോപ്പ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്ത് ഏകദേശം അടുത്തടുത്തുള്ള രണ്ട് പോയിന്റുകൾ കൺസിഡർ ചെയ്ത് ആ സ്ലോപ്പിനെ നമ്മൾ dy ബൈ dx എന്ന് വിളിച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ dy ബൈ dx നെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്നത്. ഇത് ഇത്രയും കാര്യമായിരുന്നു നമ്മൾ ഡിഫറൻസിയേഷനിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഡിഫറൻസിയേഷന്റെ ഒന്ന് രണ്ട് ഫോർമുലകളുണ്ട്, അതൊന്ന് പരിശോധിക്കാം. ഡിഫറൻസിയേഷന്റെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 4-5 ഫോർമുലകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫിസിക്സിൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷന്റെ എത്ര ഫോർമുല അറിഞ്ഞിരിക്കണം അതിനെപ്പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മാത്സിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കും. നമുക്ക് ഫിസിക്സിൽ വേണ്ട 1-2 കാര്യങ്ങൾ. d by dx of a constant is equal to 0. അതായത് ഇപ്പൊ നമ്മള് ഇവിടെ y-ക്ക് പകരം ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നതെങ്കിൽ, ഉദാഹരണം d by dx of 5 is equal to 0, d by dx of e അല്ലെങ്കിൽ pi is equal to 0. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 0 എന്നാണ് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. dy by dx നെ നമ്മൾ ഇങ്ങനെ പറയും, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ dy by dx നെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ d by dx ഓഫ് 5 എന്ന് നമുക്ക് 0 എന്ന് കിട്ടി. അതായത് d by dx ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. ഇനി d by dx ഓഫ് x raised to n, അതായത് ഇവിടെ നമ്മുടെ y is equal to x raised to n എന്നൊരു ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് dy by dx is equal to d by dx എന്ന ടൂൾ കൊണ്ട് രണ്ട് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ d by dx of x raised to n, ഇതിനൊരു ഫോർമുല ഉണ്ട്. d by dx of x raised to n ന് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഇങ്ങനെയാണ്, n x raised to n minus 1. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണ് d by dx of x cube, അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും, പവർ അതേ കൂട്ട് തന്നെ എടുത്ത് ഇപ്പുറത്ത് എഴുതുക 3, അതിനുശേഷം x അതേ കൂട്ട് എഴുതുക, അതിനുശേഷം പവറിൽ ഒന്ന് കുറച്ച് എഴുതുക 3 minus 1 which is equal to 3x square. ഇനി d by dx of x raised to 4, പവർ അതേ കൂട്ട് എടുത്ത് എഴുതുക, x അതേ കൂട്ട് എഴുതുക, പവറിൽ ഒന്ന് കുറച്ച് എഴുതുക 4 minus 1 3, 4x cube ആണ് d by dx of x raised to 4 അല്ലെങ്കിൽ x raised to 4. y is equal to x raised to 4 നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, dy by dx which is equal to d by dx of x raised to 4. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4x cube എന്ന് ഉത്തരം ലഭിക്കും. ഇങ്ങനെയാണ്. അപ്പോ രണ്ടാമത്തെ ഫോർമുലയാണ് d by dx of x raised to n is equal to nx raised to n minus 1. ഇനി മൂന്നാമത്തെ ഫോർമുല അത് ഞാൻ ഇവിടോട്ട് എഴുതാം, d by dx of sin x. sin x നെ നമ്മൾ y is equal to sin x എന്നൊരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ d by dx of sin x is equal to cos x. അതേപോലെ തന്നെ അടുത്തൊരു ഫോർമുല d by dx of cos x. cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ മൈനസ് sin x എന്ന് നമുക്ക് ലഭിക്കും. d by dx of cos x is equal to minus sin x, d by dx of sin x is equal to cos x. ഈ ഫോർമുലകളൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വഴി ഈ ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ +1 തന്നെ മാത്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന പാഠത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ഫോർമുലകളെല്ലാം കൂടെ ഞാൻ ഒരിക്കൽ കൂടി ബോർഡിൽ വൃത്തിക്ക് എഴുതി നമുക്ക് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ 4 ഫോർമുലകൾ മാത്രം ഫിസിക്സിൽ അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് +1 ഫിസിക്സിൽ ഇത് തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്ന് d by dx of constant is equal to 0, d by dx of x raised to n is equal to n x raised to n minus 1, d by dx of sin x is equal to cos x, d by dx of cos x is equal to minus sin x.
ഈ 4 ഫോർമുലകൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മാത്സിൽ നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന പാഠത്തിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സിൽ പഠിക്കും. ഇപ്പൊ ഈ ഫോർമുലകൾ മാത്രമൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ചിലർക്ക് ഇച്ചിരി പ്രയാസം കാണും. അപ്പൊ ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഇന്റഗ്രേഷൻ എന്ന അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.